എൽ.ഡി.എഫ് അല്ലാതെ മറ്റാരുണ്ട് എന്ന മുദ്രാവാക്യം പാളിയെന്ന് മുൻ മന്ത്രിയും സി.പി.എം നേതാവുമായ പി. രാജീവ്. എൽ.ഡി.എഫ് അല്ലാതെ മറ്റാരുണ്ട്? ആ മുദ്രാവാക്യം വേണ്ടത്ര ശരിയായില്ല. ആളുകൾക്കുള്ളിൽ അതൊരു മറ്റൊരു ബോധ്യം രൂപപ്പെടുത്തി. വെള്ളാപ്പള്ളിക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നതിൽ പാർട്ടിക്ക് വീഴ്ച പറ്റിയെന്നും രാജീവ് കുറ്റപ്പെടുത്തി. ഇ.എം.എസിന്റെ ലോകം ദേശീയ സെമിനാറിൽ സംസാരിക്കുമ്പോഴായിരുന്നു ഈ വെളിപ്പെടുത്തൽ. ഞാനല്ലാതെ മറ്റാരുണ്ട് എന്ന് പിണറായി ചോദിക്കുന്നതായി ജനങ്ങൾ ധരിച്ചു. ഇത് തിരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് കാരണമായി എന്നാണ് രാജീവ് പറഞ്ഞത്. എസ്.ഐ.ആറിൽ യു.ഡി.എഫ് വളരെയധികം വോട്ട് ചേർത്തു. ഇതിലും സി.പി.എമ്മിന് പാളിച്ച പറ്റി. ശബരിമല പ്രശ്നത്തിൽ പാർട്ടി നടപടി എടുക്കേണ്ടതായിരുന്നു. വെള്ളാപ്പള്ളി ലീഗ് വിരുദ്ധ പ്രസ്താവനകൾ നടത്തുമ്പോൾ നടപടി സ്വീകരിച്ച് മുന്നോട്ടു പോകേണ്ടിയിരുന്നു. ഇതിലും പാർട്ടിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്, രാജീവ് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ സി.പി.എം പുകയുമ്പോൾ തന്നെയാണ് രാജീവിൻ്റെ കുറ്റസമ്മതവും വന്നിരിക്കുന്നത്. പിണറായി വിജയനും എം.വി. ഗോവിന്ദനും സ്ഥാനമൊഴിയണം എന്ന ആവശ്യമാണ് സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാതല അവലോകന യോഗങ്ങളിലും വന്നത്. എന്നാൽ ഈ ആവശ്യത്തെ മുളയിലെ നുള്ളിയാണ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദന്റെ പ്രതികരണം വന്നത്. ഈ ആവശ്യം ഉന്നയിക്കുന്നവർ അത് മനസ്സിൽ വച്ചാൽ മതിയെന്നും ഇത് നടപ്പാകില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞതായാണ് വാർത്തകൾ വന്നത്. എന്തായാലും പാർട്ടി കുറ്റമേറ്റു പറയാൻ തുടങ്ങിയിരിക്കുന്നു. പാർട്ടിക്ക് വിവിധ വിഷയങ്ങളിൽ തെറ്റുപറ്റിയെന്ന് എസ്.ഐ.ആർ വരെ അവലോകനം ചെയ്താണ് രാജീവ് പറഞ്ഞത്. സി.പി.എമ്മിനെതിരെ അണികൾക്കിടയിലും സംസ്ഥാനത്ത് നിലനിൽക്കുന്ന വികാരം കുറയ്ക്കുക എന്നത് തന്നെയാണ് രാജീവിൻ്റെ കുമ്പസാരത്തിനു പിന്നിൽ. തിരഞ്ഞെടുപ്പ് തോൽവിയിൽ ബി.ജെ.പിക്കും ഒരു പങ്കുണ്ടെന്ന് സി.പി.എം കണ്ടെത്തിയിട്ടുമുണ്ട്. ബി.ജെ.പി വോട്ടുകൾ 6% കുറഞ്ഞു. ഇത് 30 മണ്ഡലങ്ങളിൽ യു.ഡി.എഫിന് ലഭിച്ചുവെന്നാണ് സി.പി.എം കണ്ടെത്തൽ. എന്തായാലും അവലോകനങ്ങളും കുറ്റസമ്മതവും കുമ്പസാരവുമായി സി.പി.എം മുന്നോട്ട് പോവുകയാണ്. അടുത്ത തവണ വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചു വരാനാണ് പാർട്ടി ശ്രമം. അതിൻ്റെ വഴിയിലൂടെയാണ് സി.പി.എം സഞ്ചാരമെന്ന് രാജീവിൻ്റെ വാക്കുകളിൽ നിന്നും കുമ്പസാരത്തിൽ നിന്നും തെളിയുന്നതും.